എന്നിട്ടോ നമ്മുടെ ഇന്നേ വരെയുള്ള പാപത്തിന്റെ ഭാരമായിരിക്കുന്ന കഴുകുമരം ഞാൻ ചുമന്നു. നിന്റെ പാപത്തിന്റെ ചുമട കുഞ്ഞെ ഞാൻ ചുമന്നുകൊണ്ട് പോകുന്ന ഈ കുരിശുമരം, നിന്റെ പാപഭാരമായിരിക്കുന്ന ഈ കഴുകുമരം ചുമന്നത് വഴി നിനക്ക് പകരക്കാരനായിട്ട് അതേ കഴുകുമരത്തിൽ ഇതാ ഞാൻ ആണിയടിക്കപ്പെട്ടു. നിനക്ക് പകരക്കാരനായിട്ട് ഞാൻ മരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം യേശുക്രിസ്തുവിന്റെ മരണമാണ്. അതേ, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി അവൻ പകരക്കാരനായിട്ട് മരിച്ചു. ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിലാക്കിയ സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ വാങ്ങി. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ യാഗങ്ങൾ നിർത്തി, ബലികൾ നിർത്തി, വഴിപാടുകളും നൊയമ്പുകളും നിർത്തി. വിശ്വസിക്കുന്ന ഏവർക്കും സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ഇനിയും പുരോഹിതന്മാർ നമ്മളെ വഞ്ചിക്കല്ല. ക്രിസ്തീയ പുരോഹിതന്മാരുൾപ്പെടെ എല്ലാ മതത്തിന്റെയും പുരോഹിതന്മാർ നമ്മളെ വഞ്ചിക്കുകയാണ്. നമ്മുടെ പണവും സമയവും ചെലവഴിച്ചതല്ലാതെ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സന്തോഷം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സമാധാനം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ പ്രിയപ്പെട്ടവരെ. ഇല്ല 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 പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മുടെ വഴിപാടുകളുടെ എണ്ണം കൂടി, തീർത്ഥാടനത്തിന്റെ എണ്ണം കൂടി, പക്ഷെ നമ്മുടെ വേദനകളുടെ എണ്ണം വർദ്ധിച്ചതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിനെ വിട്ട് നിങ്ങൾ എവിടെ പോയാലും ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം കണ്ടെത്തുവാൻ കഴിയത്തില്ല. എന്നാൽ യേശുക്രിസ്തു അടക്കപ്പെട്ടു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം അവർ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ആ യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു.